സിനിമാ ലോകത്തെ അണിയറ കഥകളും അധികാര പോരാട്ടങ്ങളും തെരുവിലേക്ക് വലിച്ചിഴക്കപ്പെടുന്ന കാഴ്ചയ്ക്കാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താരസംഘടനയായ അമ്മയിലെ തമ്മിലടികൾ കോടതി കയറിയപ്പോൾ അവിടെ നീതിയുടെയും സത്യത്തിന്റെയും പക്ഷത്ത് ഉറച്ചു നിന്നുകൊണ്ട് ഒരാൾ തലയുയർത്തി നിൽക്കുന്നു. മറ്റാരുമല്ല, അത് രമേശ് പിഷാരടിയാണ്. അധികാര കസേരകൾക്ക് വേണ്ടിയുള്ള വടംവലികൾക്കിടയിൽ നിയമത്തെയും ചട്ടങ്ങളെയും മുൻനിർത്തി അഡ്ഹോക് കമ്മിറ്റി മാന്യമായി പടിയിറങ്ങുമ്പോൾ താരമായി മാറിയത് പിഷാരടി തന്നെയാണ്. അഡ്ഹോക് കമ്മിറ്റി നേതൃത്വ സ്ഥാനം രാജിവെച്ചിറങ്ങിയപ്പോൾ ഇത് തന്റെ രാജിയാണ്, ഇത് രാജി തന്നെയാണെന്ന് അടിയുറപ്പിച്ച പിഷാരടി താൻ കടിച്ചു തൂങ്ങി കിടക്കില്ല എന്ന നിലപാടും കേരളക്കരയാകെ അറിയിച്ചു. ഇവിടെ മാലാ പാർവതി ഉൾപ്പെടെയുള്ള നടിമാർ ശ്വേതാ മേനോനെതിരെ ഉന്നയിച്ച RSS ബന്ധം ശരിയാണെങ്കിൽ ഇപ്പോൾ അമ്മ താരസംഘടനയിൽ നടക്കുന്നത് വെറും താരങ്ങൾ തമ്മിലുള്ള തമ്മിത്തല്ലല്ല, രാഷ്ട്രീയ പോര് തന്നെയാണ്. അത് BJP കോൺഗ്രസ് പോരിലേക്ക് മാറുന്നു. RSSനെ പടിയടിച്ച് പിണ്ടം വെക്കുമെന്ന ഒറ്റ ലക്ഷ്യമായിട്ട് കവചമായി മാറുന്നത് പിഷാരടി തന്നെയാണ്. താരസംഘടനയിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഭരണം താൽക്കാലികമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് രമേശ് പിഷാരടി നേതൃത്വത്തിൽ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചത്. എന്നാൽ മുൻ കമ്മിറ്റി ഔദ്യോഗികമായി രാജിവെക്കാതെ നിയമക്കുരുക്കുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ അഡ്ഹോക് കമ്മിറ്റി തെല്ലും മടിച്ചില്ല. ഒരു നിയമയുദ്ധത്തിനില്ല എന്ന് പ്രഖ്യാപിച്ച സംഘടനയുടെ താക്കോലും വൈഫൈയും ഇമെയിൽ പാസ്വേഡുകളും രേഖകളും ഉൾപ്പെടെ എല്ലാം മുൻ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനെ വിളിച്ചു വരുത്തി മാന്യമായി കൈമാറി അവർ പടിയിറങ്ങി. ഇത് തന്നെയാണ് കോൺഗ്രസ് സംസ്കാരം. അധികാരത്തോട് ഒട്ടി നിൽക്കാനല്ല, പ്രതിസന്ധി ഘട്ടത്തിൽ സംഘടനയെ താങ്ങി നിർത്തുവാനാണ് പിഷാരടിയും കൂട്ടരും ശ്രമിച്ചത്. എന്നാൽ ജനറൽ ബോഡി അംഗങ്ങളും മുതിർന്ന താരങ്ങളും ഈ ജനാധിപത്യ മര്യാദയ്ക്കൊപ്പം നിന്നില്ല എന്നത് ഖേദകരമാണ്. ജനറൽ ബോഡിയിൽ ഉയർന്ന കടുത്ത വിമർശനങ്ങളെ തുടർന്നാണ് ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ള പഴയ കമ്മിറ്റി രാജി പ്രഖ്യാപിച്ചത്. എന്നാൽ പിന്നീട് അവർ നിലപാട് മാറ്റി. നിരപരാധിത്വം തെളിയിച്ചിട്ടേ പടിയിറങ്ങൂ എന്ന വാശിയിൽ അവർ കോടതിയെ സമീപിച്ചു. സാങ്കേതികവും ചട്ടപരവുമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് തെരഞ്ഞെടുപ്പ് വരെ പഴയ കമ്മിറ്റിക്ക് തുടരാം എന്ന ഉത്തരവ് അവർ സമ്പാദിച്ചു. പക്ഷേ ജനറൽ ബോഡിയുടെ വികാരത്തിന് വിരുദ്ധമായിട്ട് കോടതി വിധിയിലൂടെ അധികാരം തിരിച്ചുപിടിക്കാൻ ശ്രമിച്ചവരുടെ നടപടി എത്രത്തോളം ശരിയാണ്? സംഘടനയുടെ നന്മയേക്കാൾ സ്വന്തം ഇമേജ് സംരക്ഷിക്കാനാണ് അവർ ശ്രമിച്ചത് എന്ന് വ്യക്തമാകുന്നു. ഈ നാടകങ്ങൾക്കിടയിലാണ് രമേശ് പിഷാരടിയും ശ്വേതാ മേനോനും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തേക്ക് വരുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ ചർച്ചയായി മാറി. അഡ്ഹോക് കമ്മിറ്റിക്കുള്ളിൽ ശ്വേതാ മേനോന്റെ ഈ നീക്കത്തിനെതിരെ വലിയ വിമർശനം ഉയർന്നു. എന്നാൽ ഈ ഫോൺ സംഭാഷണം പുറത്തു വന്നതോടെ ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമായി. ആരാണ് സംഘടനയുടെ നന്മ ആഗ്രഹിക്കുന്നതെന്ന്, ആരാണ് വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി കളിക്കുന്നതെന്നും പൊതുസമൂഹത്തിന് മുന്നിൽ തെളിയിക്കപ്പെട്ടു. ഇതിലൂടെ രമേശ് പിഷാരടി എന്ന ജനപ്രതിനിധിയുടെയും കോൺഗ്രസ് നേതാവിന്റെയും വിശ്വാസ്യതയും ജനപ്രീതിയും ഇരട്ടിയാവുകയാണ് ചെയ്തത്. ആർജവമുള്ള നിലപാടുകളുമായി അദ്ദേഹം അഡ്ഹോക് കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ച് പുറത്തു വന്നപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ നെഞ്ചിലേറ്റിയത് കയ്യടികളോടെയാണ്. താരസംഘടനയിലെ പുകച്ചിലുകൾക്ക് കോടതി താൽക്കാലികമായിട്ട് അറുതി വരുത്തിയിട്ടുണ്ടാകാം. പഴയ കമ്മിറ്റിക്ക് തന്നെ ഭരണം തുടരുവാൻ കോടതി അനുമതി നൽകിയിട്ടുണ്ടാകാം. പക്ഷേ ധാർമ്മികമായ പോരാട്ടത്തിൽ വിജയിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട MLA രമേശ് പിഷാരടി തന്നെയാണ്. അധികാര കസേരകൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്നവർക്ക് മുന്നിൽ മാന്യതയുടെയും ജനാധിപത്യത്തിന്റെയും പുതിയൊരു മാതൃകയാണ് അദ്ദേഹം തുറന്നു കാണിച്ചത്.